എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരി തനിക്ക് പരാതിയില്ലെന്ന് എഴുതി കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കുവാണ്. പിന്നീട് നിരഞ്ജന മാഡത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജന മാഡം പറഞ്ഞു, ശ്രീഹരിയുടെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ, എനിക്ക് അതിനകത്തൊരു വിരോധം ഇല്ലെന്ന് പറയാണ്. പിന്നീട് ശ്രീഹരിയും കൂട്ടിക്കൊണ്ട് നിരഞ്ജന മാഡം അകത്തേക്ക് എല്ലുവാണ്. ആ സമയത്ത് പൂർണിമ സേതുവിനെ ഒന്ന് നോക്കുവാണ്. സേതുവും പല്ലവി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പൂർണ്ണിമയ്ക്ക് മനസ്സിലായി തന്നെ രക്ഷിക്കാനായിട്ട് ഇവരാണ് ശ്രീഹരിനെ വിളിച്ചോണ്ട് വന്നുള്ള കാര്യം. പിന്നീട് ശ്രീഹരിയോട് നിരഞ്ജന മാഡം പറഞ്ഞു, അതെ എഴുതി സൈൻ വെച്ചോ, പരാതിയില്ലെന്ന് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ പറഞ്ഞു, അല്ല മാഡം സത്യം തെളിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. സത്യം തെളിഞ്ഞതിന്റെ അല്ല, ശ്രീഹരിയുടെ പരാതിയില്ലെന്ന് എഴുതി തരുന്നോണ്ടാ ഇപ്പൊ പൂർണ്ണിമ മാഡത്തിനെ വിടുന്നേന്ന് പറയണം. അത് പിന്നെ മാഡം, അല്ല ഈ തെറ്റ് ചെയ്ത് ആരാന്നുള്ള കണ്ടെത്താൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം, എത്രയും പെട്ടെന്ന് തന്നെ അറിയണമെന്ന് പറയണം. അത് പിന്നെ സൈബർ ക്രൈമിന്റെ ഒക്കെ കാലമല്ലേ പൂർണ്ണിമേ, അതുകൊണ്ടാ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തതായിരിക്കും, സാരമില്ല, നമുക്ക് അധികം വൈകാതെ തന്നെ കണ്ടെത്താന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് ഇറങ്ങാൻ നേരം പല്ലവി എന്നിട്ട് നിരഞ്ജന മാഡത്തിനോട് പറഞ്ഞു, താങ്ക്സ് ഉണ്ടെന്ന് പറയണം, ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിന് ശേഷം കാണിക്കുന്ന ഇന്ദ്രപ്രസ്ഥമാണ്. ഇന്ദ്രപ്രസ്ഥര് ഇന്ദ്രൻ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കണം. എന്നിട്ട് അവനൊന്നും മിണ്ടിയില്ല, അവനൊന്നും മിണ്ടായിരിക്കുക. എടാ നിന്നോടാ ചോദിച്ചേ, നീ എന്തിരിപ്പായിരിക്കണേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പതുക്കെ ഒന്ന് കണ്ണു തുറന്നു. എല്ലാം നശിച്ചു പോയെന്ന് പറയണ. എടാ നശിച്ചു പോകാൻ കാരണം എന്നാ, നീ ഒറ്റ എഴുത്തനാ. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി തലയിടാനായിട്ട്? വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരെന്ന് ചോദിക്കാം. അതെങ്ങനെയാ, വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം പോയി തലയിട്ട് അവസാനം നാണം കിട്ട് വന്നിരിക്കുമെന്ന് പറയണം. ഇത് കേട്ട ഇന്ദ്രനെ കൂടി ചാടി എഴുന്നേറ്റു. രാജലക്ഷ്മി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് രാജലക്ഷ്മി പറഞ്ഞു, എന്താടാ? അതെ, എന്നോട് കൂടുതൽ ചോദ്യം പറിച്ചില്ലൊന്നും വേണ്ട, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തൊരു സാധനമായി ഉപദേശം എന്ന് പറഞ്ഞാലോ. ഉപദേശിക്കാൻ വന്നാ ഉണ്ടല്ലോ പിന്നെ അറിയാലോ അനുഭവം എന്താന്ന്. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നടാ. എടാ പൂർണ്ണിമ ജയിലിൽ കിടക്കോ പുറത്തിറങ്ങോ എന്തോലും ചെയ്യട്ടെ, അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിന്റെ പ്രശ്നം ഇവിടെ എന്താ, പല്ലവിയാണ്. അവളെ കുരുക്കല്ലേ നീ നോക്കണ്ടേന്ന് ചോദിക്കാം. അതേമേ, പല്ലവീനെ കുരുക്കാനുള്ള മാർഗങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് വന്നേ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലെന്ന് ചോദിച്ചിട്ട് ഇന്ദ്രൻ കരയാൻ തുടങ്ങുവാണ്. ഇല്ലടാ മോനെ, എടാ നീ കാണുന്നിടത്തെല്ലാം നീ വെട്ടാനായിട്ട് പോവരുത്. നമ്മൾ വാൾ ഓങ്ങിയിരിക്കണം, അതിന് അവസരം കിട്ടുമ്പോൾ മാത്രം വെട്ടണം. അല്ലാതെ വെറുതെ വെട്ടിക്കൊണ്ടുവന്ന ഒരിക്കലും നമുക്ക് ജയിക്കാനായിട്ട് പറ്റില്ല. അമ്മേ, വെട്ടാൻ ഒരു അവസരം എന്ന് പറഞ്ഞ അവസരം കിട്ടണ്ടേ? ഇനി എപ്പോഴാ അവസരം കിട്ടുന്നേ? എടാ മോനെ, അതിനല്ലേ നിനക്കൊരു അവസരം കിട്ടുന്നേ. കേസ് ഹൈക്കോടതി വന്നു കഴിയുമ്പോൾ അവിടെ വെച്ച് വേണം നീ അവൾക്കിട്ട് വിട്ടുകൊടുക്കാനായിട്ട്. അവൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല, അവൾക്ക് ഡിവോഴ്സ് കിട്ടാനേ പാടില്ല. നീ ആ സമയത്ത് നിന്റെ ബുദ്ധി വിനിയോഗിക്കണം എന്ന് പറയും. ഓ മനസ്സിലായി, അങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടേ, അല്ല ചുമ്മാ കിടന്ന് കുറച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ദ്ര എന്ന് പറയണം. ഇന്ദ്രനെ അങ്ങനെ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കണം രാജലക്ഷ്മി. ഇന്ദ്രന്റെ സന്തോഷമായി. ഈ സമയം അങ്ങനെ സേതുവും പല്ലവിയും ശ്രീഹരിയും പൂർണ്ണിമയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സ്വാതി ഋതു അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. സ്വാതി വന്നിട്ട് പൂർണ്ണാമനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് പല്ലവിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ താങ്ക്സ് എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, താങ്ക്സോ എന്നോടോ? എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. താങ്ക്സ് പറയേണ്ട ആരോടാന്നറിയാവോ? ശ്രീഹരിയോടാ. ശ്രീഹരി പരാതി ഇല്ലെന്ന് എഴുതി വെച്ചു കൊടുത്തോണ്ടാ, പരാതി പിൻവലിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പൂർണ്ണിമനെ രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് പല്ലവി പറയണം. ഇത് കേട്ടത് ഋതുവും സ്വാതിയും പരസ്പരം നോക്കുകയാണ്. അവരൊന്നും മിണ്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയത് മാത്രമേ ഉള്ളൂ. ഈ സമയം അച്ഛനോട് പൂർണ്ണിമ വെച്ചു, അല്ല ഞാൻ ഇത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അച്ഛൻ്റെ മുഖം ഒന്ന് വാടി. അല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പൊന്നുമർത്തി മാധവമേനന്റെ ഭാര്യയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഓട്ടോറിക്ഷ കത്തിക്കാൻ മാത്രം നെയ്ജൊന്നും അല്ല ഞാനങ്ങനെ വെല്ലുവിളികളൊക്കെ നടത്തി എന്നുള്ള ശരിയാ. പക്ഷെങ്കിൽ ഒരു കാരണവശാലും എനിക്കന്ന് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയണം. എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം ബാക്കി എല്ലാവരും പോയി. ആ ഋതു മാത്രം അങ്ങനെ നിൽക്കണം. ഋതുവിന്റെ അടുത്തേക്ക് സേതുവും പല്ലവിയും അങ്ങോട്ടേക്ക് ചെന്നു. സേതു പറഞ്ഞു, നീ എന്തൊരു നികൃഷ്ട ജന്മവാടി, ഒരു തവണയല്ല 2 തവണ നീ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അറിയാലോ. ആദ്യം നീ അച്ഛൻ്റെ കല്യാണം മുടക്കാൻ നോക്കി, സ്വന്തം സഹോദരന്റെ വിവാഹം മുടക്കാൻ നോക്കുന്ന ഒരു പെണ്ണാ നീ. അത് കഴിഞ്ഞ ശേഷം ഇപ്പാണ്ടെ ശ്രീഹരിയെ കൊല്ലാനായിട്ട് നോക്കിയിരിക്കുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു?
ഇപ്പൊ എനിക്ക് നാണക്കേട് തോന്നുന്നു നിന്നെക്കുറിച്ച് ഓർത്തിട്ട്. നീ ആ മാധവമേനന്റെ മകള് തന്നെയാണോ? നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട നികൃഷ്ട ജന്മം എങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായെന്ന് ഇപ്പൊ ഞാൻ ആലോചിക്കണമെന്ന് പറയാം. ഋതുവിന്റെ മുഖം താണിരിക്കുക. ഋതുവിന് മുഖം ഉയർത്താൻ പറ്റില്ല. കാരണം എത്ര വലിയ ശുദ്ധ തെമ്മാടിത്തര താൻ കാണിച്ചെന്നുള്ള സത്യം ഋതുവിനറിയാം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല സേതുവേട്ടാ. ഋതു എത്രയാന്ന് പറഞ്ഞത് നന്നാവില്ല. അല്ലെങ്കിൽ നന്നാവാനാണെങ്കിൽ അവൾക്ക് നന്നാവാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നിട്ട് അവള് നന്നായോ? ഇല്ലല്ലോ. എന്നിട്ട് ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? ആദ്യം ഓട്ടോറിക്ഷ കത്തിച്ചു, കല്യാണം മുടക്കാൻ നോക്കി. ഇനിയിപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്തോണ്ടിരിക്കുമായിരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ പറയും എന്ന് പറയണം. പിന്നീട് സേതു പറഞ്ഞു, അതെ, നിനക്കെതിരെ വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ നിന്നെ കൊടുക്കാതിരുന്ന കാരണം എന്താണെന്നറിയാവോ? നിന്നെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് മാത്ര പൂർണ്ണാമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നീ ചെയ്ത വൃത്തികേടുകളൊക്കെ അത് വ്യക്തമായ തെളിവുണ്ട്. ഈ ഫോണിനകത്തുണ്ട്. നിന്റെ വോയിസ് റെക്കോർഡറൊക്കെ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ഋതു ഒന്നും മിണ്ടാ നിന്നു. പിന്നീട് പല്ലയോടിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല സേതുവേട്ടാ, വരാനും പറഞ്ഞിട്ട് സേതുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവണം. ഋതു ആകെപ്പാടെ തകർന്ന മനസ്സോടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കഴുകാളുടെ തുണിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് താഴേക്ക് അച്ചു ഇറങ്ങി വരുന്ന സമയത്താണ് പൂർണിമ അവിടെ നിൽക്കുന്നത്. പൂർണിമ എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ചു നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കാം. എന്തിനാ അമ്മ ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? അല്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലമ്മേ, അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല അച്ചു. ഞാൻ വെല്ലുവിളികളൊക്കെ നടത്തിയതിന് ശരി തന്നെയാ. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോന്ന് ചോദിക്കുകയാണ്. നിനക്ക് മാത്രമല്ല, ശ്രീഹരിക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം കാണുമല്ലേന്ന് ചോദിക്കാം. ഇല്ല, ശ്രീഹരിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അതെ പൂർണ്ണമനെ ഇറക്കാനായിട്ട് ശ്രീഹരി വരുവാനും ചോദിക്കാം. ഒരിക്കലും വരത്തില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഉടനെ ശ്രീഹരി സമ്മതിച്ചു. അത് പൂർണ്ണാമ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശ്രീഹരിക്ക് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണെന്ന് പറയണം അങ്ങനെ ചെയ്തേ. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം. അവൻ പാവാന്ന്, അവൻ നല്ലവനാന്ന് എനിക്കറിയാന്ന് പറയാണ്. നീയും നല്ലവളാ. നിന്നെ ഞാൻ വളർത്തിയതല്ലേ. അപ്പൊ നീ അതിന്റെ ഗുണമല്ലേ കാണിക്കോളൂ. നിന്റെ മനസ്സിൽ എനിക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് എനിക്കറിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അച്ചു ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് ഞങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറിയോന്ന് ചോദിക്കണം. ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പൂർണിമ. മറുപടി ഒന്നും പറയാതെ പൂർണിമ അങ്ങോട്ടേക്ക് പോവാണ്. അച്ചു ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിന്നു. പിന്നീട് മുറിയിൽ പോയി പൂർണിമ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ബേബി ചേച്ചി വരുന്നത്. ബേബി ചേച്ചി എന്നെ കണ്ടു കഴിഞ്ഞപ്പത്തിന് പൂർണിമ വെച്ചു, ഞാനാണോ അച്ചു ആണോ ജയിച്ചതെന്ന് ചോദിക്കുക. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ, അച്ചുമോള് തന്നെ ജയിച്ചെന്ന് പറയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അച്ചു കുഞ്ഞ് ശ്രീഹരിയെ കൂടെ പരാതി പിൻവലിച്ചോണ്ടല്ലേ പൂർണ്ണാമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം പൂർണ്ണം പറഞ്ഞു, ശരിയാണ്, ഒരുപക്ഷെ അവർ രക്ഷിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അകത്ത് കിടന്നതെന്ന് പറയണം. ഇത് കേട്ടതും ചേച്ചി പറഞ്ഞു, എന്തിനാ പൂർണ്ണാമ്മേ ഇനി അവരുടെ ദേഷ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പൂർണ്ണ വെച്ച് ദേഷ്യം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി അവരെ അങ്ങനെ അംഗീകരിച്ചു കൊടുത്തുകൂടെന്ന് ചോദിക്കാം. അത് ശരിയാ, എനിക്കിപ്പോൾ അവരോട് ഒരു ദേഷ്യവും വിരോധമൊന്നുമില്ല. ശ്രീഹരി ആണെങ്കിലും അച്ചു ആണെങ്കിലും എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെ എനിക്ക്. കാരണം ഞാൻ അവരോട് എന്തിനേലും ദേഷ്യം കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴ് എനിക്കത് അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാണ്ട് പറ്റില്ല. കാരണം എന്താണെന്നറിയാം, ബാക്കി 2 മക്കളും കൂടെ ഉണ്ട് എനിക്ക്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ സമ്മതിക്കും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്കും ഉണ്ടാവും. ഈ ബന്ധം ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് ശേഷം ഈ ബന്ധം അംഗീകരിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബേബി ചേച്ചി പറഞ്ഞു, അതിനി ഏത് കാലത്താ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണ്ണിമ പറഞ്ഞു, ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഋതുവിന്റെ കല്യാണം നടത്തണം. ഋതുവിന്റെ കല്യാണം നടത്തിയില്ലെങ്കിൽ വിൽപത്രം ക്യാൻസലാവും. വിൽപത്രം ക്യാൻസലാന്ന് പറഞ്ഞാൽ മാധവേട്ട മനസ്സത് ആ വിൽപത്രം എന്ന് പറഞ്ഞാല്. അപ്പൊ അത് ക്യാൻസലായി പോകാൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. 1 വർഷത്തിനുള്ള ഋതുവിന്റെ കല്യാണം നടത്തി വരണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ബേബി ചേച്ചി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ എനിക്കെന്തോ ഈ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യം തോന്നില്ല, ഒരു ഇഷ്ടവും തോന്നില്ല എന്ന് പറയണം. പണ്ടത്തെ ഒരു അന്തരീക്ഷമല്ല. പണ്ട് എന്ത് കളിചിരികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴങ്ങനെയല്ലെന്ന് പറയണം. ഒരു ഇഷ്ടം തോന്നാത്തതിന്റെ കാരണം എന്ത് ചെയ്യാനാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അടിയല്ലേ എന്നൊക്കെ പറയണം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതിയെന്ന് മാത്രമുള്ളെന്ന് പറയണം. അല്ലെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷം നേരായിട്ട് നിൽക്കണമെങ്കിൽ എല്ലാവരും നമ്മൾ സന്തോഷത്തിലായിരിക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബേബിയുടെ മനസ്സെന്താന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. ബേബി ചേച്ചി പറഞ്ഞു, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയെല്ലാം പൂർണ്ണിമയുടെ ഇഷ്ടം പോലെ നല്ല നടക്കട്ടെ. എനിക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ശ്രീഹരിനെ അച്ഛനെയും ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന പല്ലവിയുടെ അമ്മ ശോഭ 2 ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുവാണ്. അതുകൊണ്ട് ടേബിളിലേക്ക് വെച്ചു. അപ്പൊ മൂന്ന് മാഷ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം പാറു അവിടെ മാറി ഇരിക്കുന്നുണ്ട്.
കൊണ്ടേ വെച്ചല്ലാതെ പാറുവിന് എടുത്തു കൊടുക്കുക ഒന്നും ചെയ്തില്ല. പാറുവിനെ വിളിച്ചില്ല. ഈ സമയത്ത് പൂർണ്ണമാഷ് പറഞ്ഞു, എന്ത് ചെയ്യാനാ, പഴയതുപോലെയല്ല. ഇപ്പൊ പരസ്പരം ആർക്കും ഈ കുടുംബത്തിൽ സംസാരിക്കാൻ പോലും ഒരു വിഷയം ഇല്ലെന്നായി. ആരും ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല, മിണ്ടുന്നും കൂടെ ഇല്ലെന്ന് പറയണം. ഇത് കേട്ടാ ശോഭ പറഞ്ഞു, എല്ലാത്തിനും കാരണക്കാരി ഞാനാണോന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും പാറും എഴുന്നേറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ തന്നെയാ കാരണക്കാരി, എല്ലാത്തിനും കാരണം ഞാനാ. എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ മിണ്ടാന്ന് നടന്ന് പറഞ്ഞാലും ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ മൂന്ന് ഭാഷ പറഞ്ഞു, ഓഹോ അപ്പം നിനക്ക് ഞങ്ങളല്ല പ്രധാനം, അവനല്ലേന്ന് ചോദിക്കുകയാണ്. അവൻ എത്രക്കാരനാന്ന് നിനക്ക് അറിയാവോ മോളെ, അവൻ എങ്ങനെയുള്ളവനാ. ഒരു പക്ഷെ ഇന്ദ്രന്റെ അനിയനല്ലേ, അപ്പൊ ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തികളൊക്കെ ചെയ്യുന്ന അറിയത്തില്ലോ എന്ന് പറയണം. അത് കേട്ടതും പാറു പറഞ്ഞു, അച്ഛൻ എന്തറിഞ്ഞിട്ടേ പറയണേ. ഒരു പക്ഷെ അങ്ങനെ എന്തേലും ആണെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് അറിയാം. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല, എനിക്കറിയാം വരും വരായികൾ എന്താണെന്നും അതോടൊപ്പം തന്നെ നല്ലതും ചീത്തയും തിരിച്ചറിയാനൊക്കെ. കൊച്ചു കുട്ടിയൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു, പിന്നെ മുറിച്ചു മാറ്റാൻ പറ്റും, പറയുന്ന പോലെ അത്ര എളുപ്പമല്ലെന്ന് ചോദിക്കണം. മൂന്നും ഭാഷ പറഞ്ഞു, മോളെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അങ്ങനെ എന്തെങ്കിലും അവൻ ചതിയെ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ഫ്രണ്ട്ഷിപ്പ് മുറിച്ചു മാറ്റാനൊന്നും പറ്റില്ലെന്ന് പറയണം. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് പറയണത്. ശോഭ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ആണെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശോഭ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പാറു ഇരിക്കുകയാണ്. മൂന്നും ഭാഷ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി. പാറുവിന് ആകെപ്പാടെ വിഷമമായിപ്പോയി. താൻ വിശ്വസത്തുമായിട്ട് കൂട്ടുകൂടുന്ന ഇവരെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ നല്ലവനാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒട്ടും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്ദന്റെ അനിയനായി പോയതാണ് അവൻ ചെയ്ത ഏക കുറ്റം എന്നൊക്കെ പാറു കരുതുവാണ്. ഈ സമയം ശ്രീഹരിയുടെ മുറിയിലേക്ക് സേതുവും പല്ലവിയും കൂടെ കയറി ചെല്ലുവാണ്. പിന്നീട് സേതു എന്നിട്ട് എങ്ങനെയുണ്ടാ ഇപ്പൊ കൈക്ക് കുറവുണ്ട് സേതുവേട്ടാന്ന് പറയണം. ഇനിയിപ്പൊ നിനക്ക് ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കാൻ പറ്റുമല്ലോ അല്ലെ. ഓടിക്കാൻ പറ്റും സേതുവേട്ടാ, പക്ഷെ ഓട്ടോറിക്ഷ ഇല്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ, അല്ല പൊന്നമ്മ ഓട്ടോറിക്ഷ മേടിച്ച് തരാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് അത് ശരിയാക്കി തരാന്ന് പറഞ്ഞപ്പോ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സേതുവേട്ടാ, പിന്നെ വേറുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, അതൊക്കെ ശരിയായിക്കോളൂ, പിന്നെ അത്രയും ദിവസത്തെ ഒരു കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ വേറെ ജോലിക്കും കാര്യങ്ങളും ഒന്നും പോകണ്ട കേട്ടോ, എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ എന്നൊക്കെ സേതു പറയണം. ഈ സമയം പല്ലവി പറഞ്ഞു, അതെ നിന്നോട് ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി ഇപ്പൊ വന്നതെന്ന് പറയണേ. എന്ത് കാര്യം സേതുവേട്ടാ. അല്ല സേതുവേട്ടൻ പറയണോ അതോ ഞാൻ പറയണമെന്ന് പല്ലവി ചോദിക്കാം. പിന്നീട് സേതു പറഞ്ഞു, ഞാൻ തന്നെ പറയാന്ന് പറയണം. അതെ നിന്നോട് ഈ ക്രൂരതയൊക്കെ ചെയ്ത അവളാന്ന് പറയണം. ഈ സമയത്താണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചു മുറിയിലേക്ക് കയറാൻ വരുമ്പോഴത്തേനും അവര് തമ്മിൽ സംസാരം കേൾക്കുവാണ്. അച്ചു പെട്ടെന്ന് പുറത്ത് തന്നെ നിൽക്കുവാണ് ഇങ്ങനെ. പിന്നീട് പല്ലവി പറഞ്ഞു, ഋതുവാണ് ഈ ക്രൂരത ചെയ്തേ, അവളാണ് ഓട്ടോറിക്ഷ കത്തിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് അച്ചു പുറത്തേക്കാണ്. അപ്പൊ ശ്രീഹരിക്കും ഭയങ്കര സങ്കടമായി. ശ്രീഹരി പറഞ്ഞു, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, പൂർണ്ണാമ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഋതു ആണോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പറയാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയണം. എടാ ഒരു കാര്യം പറഞ്ഞ ഒരു കാരണവശാലും ഇത് അച്ചു അറിയാൻ പാടില്ലെന്ന് പറയണം. അച്ചു അറിഞ്ഞാൽ അവളുടെ മനസ്സ് വേദനിക്കും, അവൾ എന്താ ചെയ്യാൻ പോകുന്ന പോലും അറിയില്ലെന്ന് പറയണം. ഇതെല്ലാം കേട്ടോണ്ട് അച്ചു പുറത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. അച്ചുവിനങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അച്ചു ഒരു ഞെട്ടലോട് കൂടി അത് കേട്ടോണ്ടിരിക്കുക. പിന്നീട് അച്ചു അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയില് വൈകുന്നേരം വരാട്ടോ. അപ്പം നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അതിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിന്റെ, അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്നവർ ആ ചാനലും കൂടെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.